തിരുവനന്തപുരത്ത് അരുൺ സോളമനാണ് കാത്തു നിൽക്കുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഗുഡ് മോർണിംഗ് റിപ്പോർട്ടർ തുടങ്ങുന്നത് തന്നെ ഇന്നസെന്റിന്റെ ഓർമ്മകളിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ, അതിൽ അരുണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതായിരിക്കും? എനിക്ക് മാന്നാർ മത്തായിലെ ആ കഥാപാത്രം തന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടവും. ഓർമ്മകളിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതെ, മുണ്ട് അല്ലേ? അതെ അതെ അതെ. എന്തുകൊണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം? എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, അങ്ങനെ വേർതിരിച്ച് കാണാൻ കഴിയില്ല. ഇന്നസെന്റിന്റെ പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മുഖാഭിനയം അത്ര നമുക്ക് പകരക്കാരനായിട്ട് മറ്റൊരു കലാകാരനെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഇന്നസെന്റ് ഒരു തീരാ നഷ്ടം തന്നെയാണ്, അത് നികത്താൻ കഴിയില്ല മറ്റൊരു കലാകാരന്. ശരിയാണ് പറഞ്ഞത്. നമുക്കപ്പോ തലസ്ഥാനത്തെ വാർത്തയിലേക്ക് വരാം അല്ലെ? ഈ ആശാവർക്കർമാരുടെ സമരം എനിക്കിപ്പോഴും പറഞ്ഞോളൂ. അല്ല, അദ്ദേഹത്തിന്റെ ഒരു നമുക്ക് ഈ ചില നടന്മാരെ നമ്മൾ വേണ്ട വിധം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ നമുക്ക് തിലകനായാലും ഇന്നസെന്റ് ആയാലും നെടുമുടി വേണുവായാലും NF വർഗീസ് ആയാലും ഇങ്ങനെ ചില നടന്മാർ മലയാള സിനിമയിലുണ്ടായിരുന്നു. അതുല്യ പ്രതിഭകൾ തന്നെയാണെന്ന് നമുക്ക് അവരെ വിശേഷിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അവരെ ജീവിച്ചിരുന്നപ്പോൾ അർഹതപ്പെട്ട അംഗീകാരമൊന്നും കിട്ടിയിട്ടുമില്ല. അപ്പൊ നമുക്ക് ഈ ആശാവർക്കർമാരുടെ സമരം, അതിലേക്ക് വരാം. അത് തന്നെയാണ് പ്രധാനപ്പെട്ട വാർത്തയും. 1.5 മാസമായിരിക്കുന്നു സമരം, പക്ഷെ സർക്കാർ മുഖം തിരിക്കുകയാണ്. സമരത്തോട് ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു സർക്കാർ, അല്ലേ? റോഷ്നി ആൻഡ് വെങ്കി, ഇത് പ്രധാനമായും ഇന്നിപ്പോൾ സമരം 1.5 മാസമാവുകയാണ്. ഈ സമരത്തിൽ 3ാം ഘട്ടമായിട്ട് ഇപ്പോൾ ആശാ വർക്കർമാർ നിരാഹാര സമരം അനുഷ്ഠിച്ചു വരികയാണ്. ഇന്നിപ്പോൾ നിരാഹാര സമരം 7ാം ദിവസമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം. 3 ആശാ പ്രവർത്തകരാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നിരാഹാര സമരത്തിലായിരിക്കുന്നത്. ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ആശാ പ്രവർത്തകർ അവരുടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. നിലവിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MM ബിന്ദു, തങ്കമണി, കഴിഞ്ഞ ദിവസം ശൈലജ എന്ന് പറയുന്ന ഒരു പുതിയൊരു ആശാ വർക്കർ കൂടി ഈ നിരാഹാര സമരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും പരസ്പരം പഴിചാരുന്നതിനപ്പുറം ഇവരുടെ വിഷയം ഒരു കാര്യമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായും നമുക്കിതിൽ വീണ്ടും പറയേണ്ടിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ 1.5 മാസം പിന്നിടുമ്പോൾ ഈ സമരത്തിന് ഒരു പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇന്ന് സമരരംഗത്തേക്ക് ഒരു ജനകീയ സഭ എന്ന രീതിയിലേക്ക് സമരം കടക്കുകയാണ്. സമൂഹത്തിലെ കലാ സാംസ്കാരിക രംഗങ്ങളിൽ നിൽക്കുന്ന ഒട്ടനവധി പ്രതിഭകൾ ഇനി സമരരംഗത്ത് വന്ന് അവർക്ക് പിന്തുണ നൽകുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ നമുക്ക് ഈ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള സച്ചിദാനന്ദൻ മാഷ്, അതുപോലെ തന്നെ ടീസ്റ്റാ സെതൽവാദ്, സണ്ണിയം കപ്പിക്കാട്, ജോയി മാത്യു അടക്കമുള്ള സമൂഹത്തിലെ നാനാവിധത്തിലുള്ള സിനിമാ മേഖലയിലും അതുപോലെ തന്നെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്ന ഒട്ടനവധി മനുഷ്യന്മാരാണ് ഇന്ന് തലസ്ഥാനത്ത് എത്തുന്നത്. ഈ സെക്രട്ടേറിയറ്റിലെ ഈ സമരപന്തലിലെത്തി അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കും. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഈ സമരം ഒത്തുതീർപ്പാക്കണം, ഈ സമരം രമ്യമായി പരിഹരിച്ച് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളിലൊക്കെയും നടപടി ഉണ്ടാകണമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ആവശ്യം. എന്തായാലും കേരള സംസ്ഥാന ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഈ ജനകീയ സഭ ഇവിടെ നടക്കുക. എന്തായാലും 1.5 മാസം ആയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എന്തായാലും ഈ സമരവുമായി ഇവർ മുന്നോട്ട് പോവുകയാണ്. 1 ഇഞ്ച് പോലും ഒരു ഘട്ടത്തിലും പിന്നോട്ട് പോയിട്ടില്ല. ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ നടപടി ഉണ്ടാകുന്നത് വരെ സമരവുമായി മുന്നോട്ട് പോകും. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ അല്ലെങ്കിൽ 3ാം ഘട്ടമെന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം നിരാഹാര സമരത്തിൽ പോകുന്നു. മറ്റൊന്ന് റോഷ്നി, ഈ സമരത്തിൽ ഇത്തരത്തിലൊരു നിരാഹാര സമരം നടക്കുമ്പോഴും ഒരു ആംബുലൻസ് സർവീസോ കൃത്യമായിട്ടുള്ള പോലീസിന്റെ ശ്രദ്ധകളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് തന്നെയാണ് സമരക്കാരുടെ പ്രധാനപ്പെട്ട ആശങ്ക. മറ്റ് പ്രവർത്തകരൊക്കെ കഴിഞ്ഞ ദിവസം പങ്കുവച്ചതും ഒരു നിരാഹാരത്തിൽ ഇരിക്കുന്ന ഒരു പ്രവർത്തകയ്ക്ക് എന്തെങ്കിലും വന്നാൽ പെട്ടെന്നൊരു ആംബുലൻസ് വിളിക്കാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നിരാഹാര സമരം നടക്കുമ്പോൾ തൊട്ടടുത്തൊരു ആംബുലൻസ് സർവീസ് ഉണ്ടായിരുന്നുവെങ്കിൽ അത് വളരെ എളുപ്പമായിരുന്നു. ഇതിപ്പോൾ ഒരു ആശാപ്രവർത്തകയ്ക്ക് ദേഹാസ്വാസ്ഥ്യം അല്ലെങ്കിൽ അവർ ക്ഷീണിതയാകുമ്പോൾ പോലീസിനെ വിളിച്ചറിയിച്ച് ആംബുലൻസിനെ വിളിക്കേണ്ടുന്ന ഒരു ഗതികളിലേക്ക് കാര്യങ്ങൾ കടന്നുപോയിരിക്കുന്നു. സമരത്തിൽ മുഖ്യമന്ത്രി ഇതുവരെയും ചർച്ചയ്ക്ക് ആശാപ്രവർത്തകരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഇന്നലെ
തൊഴിൽ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി പറഞ്ഞത് താനൊരു സംസ്ഥാനത്തിന്റെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ്, തന്നെ ഇതുവരെ ആശാപ്രവർത്തകർ ഇതുവരെ വിളിച്ചിട്ടില്ല ചർച്ചയ്ക്ക് എന്നുള്ളതാണ്. മറ്റൊന്ന്, അദ്ദേഹത്തിന് ഒരു കത്ത് പോലും, ഒരു കടലാസ് പോലും നൽകിയിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ വിളിക്കാമായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഇന്നലെ ശിവൻകുട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞു. അതിന് മുന്നോടിയായിട്ട് തന്നെ കഴിഞ്ഞ ദിവസത്തിന് മുന്നേ അദ്ദേഹം കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരാണ് ഈ ഓണറിനെയും അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു ചുമതല കേന്ദ്ര സർക്കാരിനുണ്ട്. ആ വിഷയങ്ങളടക്കം ഈ സ്കീം തൊഴിലാളികളുടെ ആവശ്യങ്ങൾ അടക്കമുള്ളവ ഉന്നയിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി ഒരു കത്തയച്ചിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന് സമ്മർദ്ദം ചെലുത്തുന്ന കാര്യങ്ങളിൽ നടപടികൾ ഉണ്ടാകുന്നു. പക്ഷേ അതേസമയം മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് ആശാപ്രവർത്തകർ ഇത്രയും ദിവസമായി ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, ഈ സെക്രട്ടേറിയറ്റിന് തൊട്ട് പുറത്ത് ആശാ വർക്കർമാർക്കൊപ്പം സമാനമായിട്ടൊരു സമരം അംഗനവാടി ജീവനക്കാർ നടത്തുകയാണ്. ഒരാഴ്ച പിന്നിട്ട് ഇന്നിപ്പോൾ 9 ദിവസം ആവുകയാണ്. അംഗൻവാടി ജീവനക്കാർ ഉന്നയിക്കുന്നത് ഹോണറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതല്ല, അവർക്ക് ശമ്പളം നൽകുക എന്നുള്ളതാണ്. ആ ശമ്പളം വർദ്ധിപ്പിക്കണം, 21,000 രൂപയായിട്ട് ശമ്പളം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. നിലവിലെ ഹോണറിയം മാറ്റി അത് ശമ്പളമായി നൽകണമെന്നൊരു ആവശ്യമാണ് നിലവിൽ ഉന്നയിക്കുന്നത്. അത് പറയുമ്പോൾ തന്നെ INTUC ആണ് ഈ സമര രംഗത്തുള്ളത്. അവരിന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ INTUC സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ തള്ളിയിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ സുനിഷ അയ്യലൂർ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. ഈ INTUCന്റെ മുഖമാസികയായിട്ടുള്ള ഇന്ത്യൻ തൊഴിലാളി എന്ന് പറയുന്ന ഒരു മാസികയുണ്ട്. ആ മാസികയിൽ ഈ ആശാ വർക്കർമാരുടെ സമരത്തെ അവഹേളിച്ചുകൊണ്ടാണ് അവർ ലേഖനം എഴുതിയിരിക്കുന്നത്. പ്രധാനമായും ഒരു സെൽഫി പോയിന്റ് ആയിട്ട് ആശാ വർക്കർമാരുടെ സമരം മാറി എന്നടക്കമുള്ള പരാമർശങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം INTUCന്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള R ചന്ദ്രശേഖരൻ പറഞ്ഞത്. ഇത്തരത്തിൽ രണ്ട് സമരങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന് പുറത്ത് നടക്കുകയാണ്. രണ്ടും ഒരു സ്ത്രീപക്ഷ സമരമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതുവരെയും അതിന് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. മറ്റൊന്ന്, ഇന്ന് നടക്കാനിരിക്കുന്നത് പ്രധാനമായുള്ള ഒരു തലസ്ഥാനത്തെ സംബന്ധിച്ചും സംസ്ഥാനത്തെ ഒന്നടങ്കം സംബന്ധിച്ചുള്ളത് SSLC പരീക്ഷ ഇന്ന് അവസാനിക്കുകയാണ്. അതിൽ ഏറെ ശ്രദ്ധ ചെലുത്തണമെന്നുള്ളത് തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. നിലവിൽ 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയിരിക്കുന്നത്. ഇന്ന് അവസാനത്തെ വിഷയം ജീവശാസ്ത്രമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പരീക്ഷ കഴിയുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു സമീപകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥി സംഘർഷങ്ങളും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ പരസ്പരം തല്ലുന്നതും മരണപ്പെട്ട വാർത്തകളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടുന്ന നിർദ്ദേശങ്ങളാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ പൂർണ്ണമായിട്ടും സ്കൂളിന് പുറത്ത് പോകേണ്ടുന്ന ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൽ അധ്യാപകർക്കൊക്കെ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധയാണ് ചെലുത്തണമെന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വിളിച്ച യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരെയാണ് ഈ യോഗത്തിൽ വിളിച്ചിരുന്നത്. മേഖല തിരിച്ചുള്ള ഒരു യോഗമായിരുന്നു. മറ്റൊന്ന്, ഈ കോമ്പൗണ്ടിനകത്ത്, സ്കൂൾ കോമ്പൗണ്ടിനകത്ത് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികൾ വാഹനങ്ങൾ കൊണ്ടുവന്ന് അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്ന കാഴ്ചകൾ പലപ്പോഴും നമ്മൾ വാർത്തകൾ ശ്രദ്ധ പിടിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെയും കണക്കിലെടുക്കണം. വിദ്യാർത്ഥികൾ സ്കൂൾ കോമ്പൗണ്ടിനുള്ളിൽ വാഹനം കൊണ്ടുവരാൻ പാടില്ല, അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ പാടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അവസാന പരീക്ഷ കഴിയുന്നത് കൊണ്ട് തന്നെ വാർഷിക ആഘോഷങ്ങൾ അത് ഒരു സംഘർഷം നടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് ഈ ആഘോഷ പരിപാടികൾ നടക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത്. ഇതിലൊക്കെയും അധ്യാപകരുടെ ശ്രദ്ധയുണ്ടാവണം. വിദ്യാർത്ഥികൾ വിളിച്ചുകൊണ്ടുപോകുന്ന രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ അവർ വിളിച്ചുകൊണ്ടുപോകുന്നത് കൃത്യമായി നോക്കണമെന്നുള്ള അടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നൽകിയിരിക്കുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് അതുപോലെ തന്നെ തലസ്ഥാനത്തും ഉയർന്നു നിൽക്കുന്ന ഈ കാര്യങ്ങളിൽ ആശാ വർക്കർമാരുടെ സമരത്തോട് കൂട്ടിയോജിപ്പിച്ച് നമുക്ക് വായിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്ന് ഈ ആശാ അംഗൻവാടി ജീവനക്കാരുടെ സമരത്തിന് പൂർണ്ണമായി പിന്തുണ നൽകിക്കൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വീണ്ടും വരികയാണ്. ഇതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുൻപ് ഒരു പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിക്കാനാണ് നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും. മുൻ KPCC അധ്യക്ഷനായിട്ടുള്ള K മുരളീധരനായിരിക്കും ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ജില്ലാതലങ്ങളിലും പഞ്ചായത്ത് ഓഫീസുകളിലൊക്കെയും ഇന്ന് ഈ മാർച്ചും ധർണയും സംഘടിപ്പിക്കും. അരുൺ സോളമനാണ് ഇന്ന് തലസ്ഥാനത്ത് നിന്ന് ഒരുപാട് വാർത്തകൾ പങ്കുവച്ചത്. പ്രേക്ഷകർ ഒരുപാട് വാർത്തകൾ അറിഞ്ഞു കഴിഞ്ഞു അല്ലേ? തലസ്ഥാനത്ത് നിന്നുള്ള പ്രധാനമായും ആശാവർക്കർമാരും അംഗനവാടി ജീവനക്കാരുടെ വാർത്ത തന്നെയാണ്. സമരങ്ങളും രണ്ട് സമരങ്ങളിലും UDF-ഉം കോൺഗ്രസും കാര്യമായി ഇടപെടാൻ പോകുന്നു എന്നതും ഒരു വാർത്തയാണ്.